എൻ്റെ മോനെ യജാതി മഴ. കോട്ടൊക്കെ ഇല്ലാത്തവരുണ്ടല്ലോ പുതർന്ന് പണിയായി ഉണ്ടാവുന്നു. ബുള്ളറ്റ് മാറിയാ മഴത്തുള്ളി വന്നു കൊള്ളുന്നത്. കോട്ടും ഈ ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ വെള്ളം അടിച്ച് കയറുമ്പോഴുള്ള സുഖം ഉണ്ടല്ല, ഓ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫുൾ ഫേസ് എടുത്തത്. എന്തൊരു സുഖം ഉണ്ട് അറിയും. അപ്പോൾ ഈ ഒരു മഴ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു മഴയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റെയിൻ കോട്ട് ഏതാണെന്ന് പറഞ്ഞുതരാം. ഞാൻ ഡെക്കോത്തലോന്ന് വാങ്ങിയ ഒരു റെയിൻ കോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഞാൻ അവിടെ തന്നെ പർച്ചേസ് ചെയ്തതാണ്. ഇതുവരെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. സംഭവം നല്ല പൊരിഞ്ഞ മഴയാണ്, മുന്നോട്ട് കാണാൻ പറ്റാത്ത മഴയാണ്. ഇങ്ങനത്തെ ഒരു മഴയിൽ ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം കണ്ടിന്യൂസ് ഓടിച്ചിട്ടുണ്ട് ഈ ഒരു കോട്ട് ഇട്ട് തന്നെ വാങ്ങിയതിന് ശേഷം കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഡെക്കാത്തലോൺ കോട്ടൺ ഞാൻ യൂസ് ചെയ്തത്, പക്ഷേ അത് വേറൊരു മോഡലായിരുന്നു എന്ന് തന്നെയാണ് പറയാം. വേറൊരു കളറായിരുന്നു, ഒരു ബാഗ് മാതിരി വരുന്നതായിരുന്നു. ഇതേതാ കോട്ട് എന്നൊക്കെ ഉള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുകൊണ്ട് യാതൊരു ഇഷ്യൂസും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനൊരു ബാഗ് യൂസ് ചെയ്യുന്ന ആളാണ്. ചെറിയ ബാഗാണ്. ചെറിയ ബാഗ് ഇടുമ്പോൾ ആ ഒരു ബാഗ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു കോട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് വലിയ ബാഗുണ്ട്. വലിയ ബാഗ് ഇടുമ്പോൾ അടിഭാഗം മാത്രം എന്താ പറയുക നനഞ്ഞ് പോലുണ്ട്, കുറച്ചൊരു വലിയ ബാഗാകുമ്പോൾ. ഇപ്പോൾ എൻ്റെ ബാഗിലാകെ ഒരു ടിഫിനും എന്താ പറയുക ഒരു ചാർജർ ഐറ്റംസും പവർ ബാങ്കും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്ക് ഈ ഒരു വണ്ടിയുടെ മുകളിൽ ഞാൻ ഒന്നാമത് നിങ്ങൾക്ക് അറിയാം ലീൻ ചെയ്തിരിക്കുന്ന ഒരു ബൈക്കാണിത്. R15 E3 ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ലീൻ ചെയ്തിരുന്നിട്ട് എൻ്റെ കോട്ട് പെർഫെക്റ്റാണ്. ഞാൻ ഉള്ളിൽ നനയുന്നില്ല തീരെ. ഷർട്ടാണെങ്കിലും പാൻ്റാണെങ്കിലും നനയുന്നില്ല. പിന്നെ എൻ്റെ ഈ ഒരു ഇവിടെ വരുന്ന ലാസ്റ്റിക് ഉണ്ട് കൈയുടെ മുകളിൽ വരുന്നത്, അത് ഏകദേശം ഇവിടെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അവിടെ എനിക്ക് കുറച്ച് ലൂസാണ്. അപ്പോൾ ഞാനത് കുറച്ചൊന്ന് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളം കയറുന്നില്ല. എനിക്കിത് താഴ്ത്തി വെക്കുമ്പോൾ വെള്ളം കയറുന്ന മറ്റൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാനിതൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഷൂ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഊരുമ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഭാഗത്ത് ഒരു സിബ്ബൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും സിബ് ഉണ്ട്. ഞാനത് റിമൂവ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷൂ ഒക്കെ യൂസ് ചെയ്യുന്ന നല്ല വാട്ടർ പ്രൂഫ് ഷൂ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഷൂ ഊരേണ്ടി വരുന്നില്ല, ഈ ഒരു കോട്ട് ഊരാനും ഇടാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഒരു ഓക്കെ റെയിൻ കോട്ടാണ് സംഭവം. റേറ്റും അത്ര എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു ടോപ്പ് മുകളിലേക്കുള്ള ഈ ഒരു കോട്ടിന് എനിക്ക് വന്നേക്കുന്ന ഏകദേശം ഒരു 599 600 650 ആ റേഞ്ചിനുള്ളിൽ എന്തോ ഉള്ളൂ. പിന്നെ ബാക്കിലേക്ക് താഴത്തെ പാൻറ്റിനാണ് എനിക്ക് തോന്നുന്നു കുറച്ച് റേറ്റ് വന്നത് 1000-ന് അടുത്തെങ്ങാനും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വേർത്താണ്, ആ ഒരു റേറ്റിന് വേർത്താണ്. ഇതുവരെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. തീരെ നനഞ്ഞിട്ടില്ല. നമ്മൾ എന്താ പറയുക അണ്ടർവെയർ വരെ നനഞ്ഞിട്ട് വണ്ടി ഓടിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് എത്രയോ സ്വർഗം തന്നെ എന്ന് പറയാം ഈ ഒരു കോട്ട്. നല്ല മുടിഞ്ഞ മഴയത്തൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരു 3/4 മണിക്കൂർ ഞാൻ ഓടിച്ചിരുന്നു എന്നുള്ളത്. അതൊരു നശിച്ച മഴയത്താണ്, നല്ല മഴയാണ്. എന്താ പറയുക ഒരു 40-50 കിലോമീറ്ററിൻ്റെ മുകളിൽ സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അങ്ങനെയാണ് വെള്ളത്തുള്ളി ഓരോന്നും വന്ന് മേലെ വന്ന് പറ്റുന്നത്. അപ്പോൾ അതിൽ കൂടി എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഊരിയിട്ട് കാണിച്ചു തരാം. പൊക്കോളൂ, നിങ്ങളൊക്കെ പോയിട്ട് പോയാൽ മതി. എന്താ മഴ, മുന്നോട്ടൊരു കോക്കനറ്റ് കാണാൻ വയ്യ. സ്മോക്ക് ചെയ്തിട്ടാണ് തോന്നുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഒന്നും വൃത്തി കാണുന്നില്ല. ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്ന ചങ്ങായി.
വലുതെങ്ങോട്ടാ ബ്ലഡി ഫുൾ മഴയത്ത്. അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ട് കേട്ടോ. ഞാൻ ദൂരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഷൂ ആണ് ഇട്ടതെന്നുണ്ടെങ്കിൽ ആ ഷൂ ഊരാണ്ട് തന്നെ ഊരാൻ പറ്റും. ഇതിനോട് ടാഗ് ഉണ്ട് ഡെക്കാത്ലോൺ എന്ന് പറഞ്ഞിട്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ. ഓവർ പാൻറ്റ് NH 500 ബ്ലാക്ക് മാൻ, ഐറ്റം 2184 കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ മുകളിലൊരു ബ്രാൻഡ് നെയിം ഉണ്ട്, നോട്ടെ കാണാൻ ഞാൻ പറഞ്ഞുതരാം. അതെ, QUECHUA, എന്താ കൊച്ചെന്നോ എന്തോട്ടെ. ഇതാണ് എൻ്റെ പാൻറ്റ് കേട്ടോ. അല്ലേ, താഴത്തെ 2 സിബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി മുകളിലേക്കുള്ള ഷർട്ട് കാണിച്ചു തരാം. ഷർട്ടല്ല, കോട്ടിൻ്റെ ടോപ്പ്. സെയിം ബ്രാൻഡ് തന്നെ കേട്ടോ. ഡെക്കാത്ലോൺ കോഴ്സ് ട്രെയിൻ കട്ട് 1/2 സിപ്പ് ഈ ബാഗിലാക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതിനുള്ള ആവശ്യം ഇതിനുള്ള ഐറ്റം കോഡ് വന്നിട്ടുള്ളത് 4309 4309600. ജാക്കറ്റ് റെയിൻ കട്ട് NH 100 കാക്കിയാണ് കളറിന് പറയുന്നത്. ഈ ഒരു ബാഗ് നമ്മൾ ഈ ഒരു സൈഡിലാക്കി അതിനുള്ള ഫോണൊക്കെ ഇട്ട് വന്നാൽ മറ്റേ